കൂടുതൽ വിവരങ്ങളുമായി അഫ്താബ് റഹ്മാൻ ചേരുകയാണ്. അഫ്താബ്, കാനഡയ്ക്കും അതുപോലെ തന്നെ ഓസ്ട്രേലിയയ്ക്കും പിന്നാലെ ഇപ്പോൾ ബ്രിട്ടനും ഫലസ്തീനെ സ്വതന്ത്ര രാഷ്ട്രമായി അംഗീകരിച്ചിരിക്കുകയാണ്. അത് എത്ര വലിയ തിരിച്ചടിയാണ് ഇസ്രായേൽ? ദിവ്യ, ഇതിൽ ഏറ്റവും ശ്രദ്ധേയമായ കാര്യം ഈ ഫലസ്തീൻ വിഷയത്തിൽ ഒരുപക്ഷെ ഇസ്രായേൽ എന്ന രാഷ്ട്രത്തിന് തന്നെ, അതിന്റെ തുടക്കത്തിന് തന്നെ കാരണക്കാരായ രാജ്യമാണ് ബ്രിട്ടൻ. പക്ഷെ അവരൊരിക്കലും ചരിത്രത്തിൽ ഫലസ്തീൻ എന്ന രാഷ്ട്രത്തെ അംഗീകരിക്കാൻ തയ്യാറായിരുന്നില്ല. അവരാണിപ്പോൾ ഫലസ്തീനെ രാഷ്ട്രമായി അംഗീകരിച്ചത് എന്നുള്ള ഏറ്റവും സുപ്രധാനമായ ഒരു പ്രത്യേകത ഇന്നത്തെ ദിവസത്തിനുണ്ട്. അതിൽ എടുത്തു പറയേണ്ടത് അവർക്ക് ഗ്രൗണ്ട് ലെവലിൽ ഒരുപക്ഷെ ബ്രിട്ടന്റെ തെരുവുകളിൽ നടന്ന പ്രക്ഷോഭവും പ്രതിഷേധവുമെല്ലാം തന്നെ വലിയ തോതിൽ അതിന് കാരണമായിട്ടുണ്ട്. പ്രത്യേകിച്ച് ഗസ വംശഹത്യ ആരംഭിച്ച ശേഷം അതിന് നിർലോഭം പിന്തുണ നൽകിയ രാജ്യങ്ങളിൽ ഒന്നായിരുന്നു ബ്രിട്ടൻ. അവർക്ക് ആ നിലക്ക് വലിയ തോതിലുള്ള ആഭ്യന്തരമായിട്ടുള്ള പ്രതിഷേധം അവർക്ക് അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട്. അതിനൊരു പശ്ചാത്തലം കൂടി ഇതിനുണ്ട്. മാത്രവുമല്ല, ഈ വെടിനിർത്തലിലേക്ക് പോയില്ലെങ്കിൽ, ഇനിയും അവർ ഇസ്രായേൽ സന്നദ്ധമായില്ലെങ്കിൽ ഞങ്ങൾ ഫലസ്തീനെ അംഗീകരിക്കാൻ നിർബന്ധിതരാകുമെന്ന് നേരത്തെ തന്നെ ബ്രിട്ടൻ വ്യക്തമാക്കിയിരുന്നതാണ്. അതിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഇപ്പോൾ ബ്രിട്ടൻ ഒരു വലിയ രാഷ്ട്രമെന്ന നിലക്ക് ഒരു പ്രധാനപ്പെട്ട യൂറോപ്പിലെ അല്ലെങ്കിൽ പാശ്ചാത്യ മേഖലയിലെ ഒരു രാജ്യമെന്നുള്ള നിലക്ക് അവർക്ക് ഇതിലേക്ക് ഫലസ്തീൻ അംഗീകരിക്കുന്ന ഘട്ടത്തിലേക്ക് എത്തേണ്ടി വന്നത്. അതോടൊപ്പം തന്നെ കാനഡയും നേരത്തെ സമാനമായ നിലപാട് സ്വീകരിച്ചതാണ്. ഓസ്ട്രേലിയയിലും അതോടൊപ്പം തന്നെ അവരോടൊപ്പം നിലകൊണ്ടതാണ്. ഫ്രാൻസും സമാനമായ രീതിയിൽ തന്നെ ഈ ഉച്ചകോടിയോട് ഇന്നത്തെ UN-ന്റെ സമ്മേളനത്തോടു കൂടി അവരെ അംഗീകരിക്കുമെന്ന് പ്രഖ്യാപിച്ചതാണ്. പക്ഷേ ഇതിന്റെ ഒരു വളരെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ പ്രാധാന്യം എന്ന് പറയുന്നത് ഇത്ര അധികം വംശഹത്യ നടക്കുന്ന സമയത്ത് ഫലസ്തീനെ അംഗീകരിക്കാൻ വിവിധ യൂറോപ്യൻ രാഷ്ട്രങ്ങളും വൻകിട രാഷ്ട്രങ്ങളുമെല്ലാം തന്നെ തയ്യാറാകുമ്പോൾ അത് ഫലസ്തീൻ എന്ന് പറയുന്ന ഒരു രാഷ്ട്ര രൂപീകരണത്തിലേക്ക് അല്ലെങ്കിൽ ഒരു ദ്വിരാഷ്ട്ര ഫോർമുലയിലേക്ക് കാര്യങ്ങൾ എത്തിക്കുവാൻ സഹായിക്കും എന്നുള്ളതാണ്. അതിൽ പ്രത്യേകിച്ച് അറബ് രാഷ്ട്രങ്ങളുടെ ഒരു പങ്ക് എടുത്തു പറയേണ്ടതാണ്. കാരണം സൗദി അറേബ്യ ഉൾപ്പെടെയുള്ള രാഷ്ട്രങ്ങൾ നേരത്തെ നോർവേയുടെ പിന്തുണയോട് കൂടി റിയാദിൽ വെച്ച് ഒരു സമ്മേളനം സംഘടിപ്പിക്കുകയും ഫ്രാൻസ് ഉൾപ്പെടെയുള്ള വിവിധ രാഷ്ട്രങ്ങളെ ഇതിലേക്ക് എത്തിക്കുവാനുള്ള ശ്രമങ്ങൾ നടത്തുകയും ചെയ്തിരുന്നു. കാരണം ഈ യുദ്ധം അവസാനിപ്പിച്ചാൽ പോലും ഏറ്റവും പ്രധാനപ്പെട്ട വെല്ലുവിളിയായി നിൽക്കുക ഈ രണ്ട് മേഖലയും തമ്മിലുള്ള അരക്ഷിതാവസ്ഥയും അസ്ഥിരതയുമായിരിക്കും. അതിന് പരിഹാരമാവുക ദ്വിരാഷ്ട്ര ഫോർമുലയാണ് എന്നുള്ളതാണ് തുടക്കം മുതൽ തന്നെ അറബ് രാഷ്ട്രങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇപ്പോഴും അവർ ആവശ്യപ്പെടുന്നത് ഗസയിലെ വെടിനിർത്തൽ മാത്രമല്ല, ദ്വിരാഷ്ട്ര ഫോർമുലയിലേക്ക് കാര്യങ്ങൾ എത്തിയില്ലെങ്കിൽ വീണ്ടും സമാനമായ സ്ഥിതിവിശേഷം തുടരുമെന്ന് അറബ് രാഷ്ട്രങ്ങൾ പറഞ്ഞു വെക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ 1967 അതിർത്തികളോട് കൂടി ജെറുസലേം ആസ്ഥാനമായുള്ള ഒരു ഫലസ്തീൻ രാഷ്ട്രം എന്നുള്ള സ്വപ്നം, അതിന് ഇസ്രായേൽ സമ്പൂർണ്ണമായും എതിരാണ്. പക്ഷെ ആ എതിർപ്പുകളെ വകവെക്കാതെയാണ് ഇപ്പോൾ ഈ 3 രാഷ്ട്രങ്ങൾ കൂടി ഫലസ്തീനെ അംഗീകരിക്കുന്നത്. ഇതൊരു പക്ഷേ ഫലസ്തീന് രാഷ്ട്രീയപരമായ നേട്ടങ്ങൾ ഉണ്ടാക്കാം. പക്ഷേ ഈ ഒരു വാർത്ത വന്നതിന് തൊട്ട് പിന്നാലെ തന്നെ ഇസ്രായേലിലെ തീവ്ര പക്ഷക്കാരായ ഒരുപക്ഷെ തീവ്രവാദ സ്വഭാവത്തിൽ തന്നെ പ്രതികരിക്കുന്ന അവരുടെ മന്ത്രിമാർ, ബെൻഗവിർ ഉൾപ്പെടെയുള്ള മന്ത്രിമാർ പറഞ്ഞിരിക്കുന്നത് വെസ്റ്റ് ബാങ്കിനെ ഞങ്ങൾ അതിവേഗത്തിൽ ഇനി അനക്സ് ചെയ്യും, അല്ലെങ്കിൽ അത് ഞങ്ങൾ പിടിച്ചെടുക്കും എന്നുള്ളതാണ് പറയുന്നത്. എന്ന് വെച്ചാൽ ഇപ്പോൾ ഗസ, നമുക്കറിയാം ഗസയും വെസ്റ്റ് ബാങ്കും രണ്ടിടങ്ങളിലായിട്ടാണ് നിൽക്കുന്നത്. ഈ വെസ്റ്റ് ബാങ്കിൽ പൂർണ്ണമായിട്ടും ഇസ്രായേലിന്റെ അധീനതയിലേക്ക് കൊണ്ടുവരികയും ഒറ്റപ്പെട്ടൊരു തുരുത്തായി മാത്രം ഫലസ്തീന്റെ മറ്റു ഭാഗങ്ങളെ അവശേഷിപ്പിക്കും എന്നുള്ളതാണ് അവർ പറയുന്നത്. എങ്കിൽ പോലും ഇതിന് ഈ ഒരു സ്വഭാവത്തിലാണ് അവരുടെ പ്രതികരണം. എങ്കിൽ പോലും കൂടുതൽ രാഷ്ട്രങ്ങൾ ഈ ഒരു സമ്മർദ്ദത്തിലേക്ക് ഇസ്രായേലിന് മേൽ എത്തുന്നത് വലിയ തോതിൽ ഈ ഫലസ്തീൻ എന്നുള്ള ഒരു ആശയത്തിന് അല്ലെങ്കിൽ ഒരു രാഷ്ട്ര രൂപീകരണത്തിലേക്കുള്ള വഴി തുറക്കുന്നുള്ള ഈ യുദ്ധവുമായി ബന്ധപ്പെട്ട് തുടക്കം മുതൽ തന്നെ ഹമാസ് ഉൾപ്പെടെയുള്ള സംഘടനകളുടെ ആവശ്യം ഫലസ്തീൻ രാഷ്ട്രത്തിലേക്ക് വഴിയടയുന്ന നീക്കങ്ങൾ അറബ് മേഖലയിലും ലോകമേഖലയിലും നടക്കുന്നു. അത് നിശബ്ദമായിക്കൊണ്ട് ഇസ്രായേൽ ഫലസ്തീന്റെ ഭാഗങ്ങൾ പിടിച്ചടക്കുന്നു. അത് അനുവദിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ഒക്ടോബർ 7 ആക്രമണം പോലും നടക്കുന്നത്. ഫലത്തിൽ ഹമാസ് ആഗ്രഹിച്ച ഒരു സ്ഥിതിവിശേഷത്തിലേക്ക് കാര്യങ്ങൾ എത്തുന്നു എന്നുള്ള ഒരു ഘട്ടം കൂടി ഈ വാർത്തയിലുണ്ട്. പ്രത്യേകിച്ച് ബ്രിട്ടന്റെ പ്രതികരണത്തിൽ ഫലസ്തീന് അനുകൂലമായ പ്രതികരണങ്ങൾ മറ്റ് രാജ്യങ്ങളിൽ നിന്ന് വരുമ്പോഴും ഇസ്രായേൽ അവരുടെ വംശഹത്യ തുടരുകയില്ലേ? അതിശക്തമായ ആക്രമണം തന്നെയല്ലേ ഇപ്പോഴും ഗസ സിറ്റിയിൽ ഉൾപ്പെടെ നടക്കുന്നത്?
ദിവ്യ, അതിലൊരു സംശയവുമില്ല. നമ്മൾ നിരന്തരം എന്നോണം ഇപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്നത് പിഞ്ചു കുഞ്ഞുങ്ങളെ അടക്കം നിർദാക്ഷിണ്യം കൊന്നു തീർക്കുന്നതാണ്. അതിൽ ഒരു വിട്ടുവീഴ്ചയും ഇസ്രായേൽ ചെയ്തിട്ടില്ല. പക്ഷെ അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വെല്ലുവിളി എന്ന് പറയുന്നത് അറബ് മേഖലയിൽ ഉൾപ്പെടെ അവരുടെ സ്വാധീനം നഷ്ടമാകുന്ന സ്ഥിതിവിശേഷത്തിലേക്ക് കാര്യങ്ങൾ എത്തിയെന്നുള്ളതും ഈ ഒരു ഘട്ടത്തിന്റെ പ്രത്യേകതയാണ്. ഒരു വശത്ത് വിവിധ ലോകരാഷ്ട്രങ്ങൾ എന്ന് വെച്ചാൽ ഇസ്രായേലിനോട് നിരന്തരം എന്നോണം ഇടപഴകുകയും അവർക്ക് ആയുധങ്ങൾ എത്തിക്കുകയും സാമ്പത്തികമായി നിർലോഭം പിന്തുണ നൽകുകയും ചെയ്ത രാഷ്ട്രങ്ങൾ ഒരു വശത്ത് ഫലസ്തീനെ അംഗീകരിക്കുന്നു. മറുവശത്ത് അവർ കൂട്ടുകൂടാൻ ആഗ്രഹിച്ചിരുന്ന അറബ് രാഷ്ട്രങ്ങൾ അതിനുമേൽ ഇപ്പോൾ ഖത്തറിന് മേൽ ആക്രമണം നടത്തുകയും അതോടൊപ്പം തന്നെ സൗദി അറേബ്യ ഉൾപ്പെടെ രാഷ്ട്രവുമായി അടുക്കുവാനുള്ള ശ്രമവുമാണ് നടത്തിക്കൊണ്ടിരുന്നത്. പക്ഷേ ഖത്തർ ആക്രമണത്തോടു കൂടി സംഭവിച്ച മറ്റൊരു കാര്യം ഇസ്രായേൽ ഈ അറബ് രാഷ്ട്രങ്ങളുമായുള്ള ബന്ധത്തിൽ നിന്ന് പോലും കൂടുതൽ അകലുന്നതാണ്. പൊളിറ്റിക്കലി രാഷ്ട്രീയപരമായി നോക്കുമ്പോൾ ഇസ്രായേൽ ഇപ്പോഴും ആക്രമണം നടത്തുന്നെങ്കിൽ പോലും അവർ ഒറ്റപ്പെട്ടു പോകുന്ന സ്ഥിതിവിശേഷത്തിലേക്ക് കാര്യങ്ങൾ എത്തുന്നുണ്ട് എന്ന് മാത്രമല്ല, അവിടെയുള്ള ബന്ദികളാക്കപ്പെട്ട ആളുകളുടെ ജീവൻ പോലും ഭീഷണിയാകുന്ന തരത്തിൽ നെതന്യാഹു ഇടപെടുന്നതിനെ അവിടുത്തെ ജനങ്ങൾ പോലും അദ്ദേഹത്തിനെതിരെ തെരുവിലിറങ്ങുന്നുണ്ട്. ഏത് നിമിഷം യുദ്ധം അവസാനിക്കുന്നുമോ ആ നിമിഷം നെതന്യാഹുവിന് പടിയിറങ്ങേണ്ട സ്ഥിതിവിശേഷം ആ നാട്ടിലുണ്ട്. അതുകൊണ്ട് തന്നെ ഈ വംശഹത്യ ഈ ഒരു തരത്തിൽ തന്നെ തുടരുകയാണ്. ഇതിന് ഏതെങ്കിലും തരത്തിലുള്ള ഒരു പ്രശ്നപരിഹാരം വേണമെങ്കിൽ അതിൽ ഇടപെടാനാകുക ഖത്തർ ഉൾപ്പെടെയുള്ള ഈജിപ്ത് ഉൾപ്പെടെയുള്ള രാഷ്ട്രങ്ങൾക്കാണ്. പക്ഷേ നേരത്തെ ഇടപെട്ട ഖത്തർ ഇപ്പോൾ ആവശ്യപ്പെടുന്നത് ഇസ്രായേൽ മാപ്പ് പറയാത്ത പക്ഷം അവരുമായിട്ട് ഇനി ഒരു ചർച്ചയിലേക്ക് പോകുവാൻ അവർക്ക് സാധിക്കില്ല എന്നുള്ളത് അവരെ അറിയിച്ചതായിട്ടുള്ള റിപ്പോർട്ടുകൾ കൂടി വരുന്നുണ്ട്. ഇതിൽ ഒരു ഔദ്യോഗിക സ്ഥിരീകരണമില്ല, പക്ഷേ അത്തരമൊരു നിർദ്ദേശം അവർ മുന്നോട്ട് വെച്ചതായിട്ട് പറയപ്പെടുന്നുണ്ട്. പക്ഷേ ഇങ്ങനെ ഒരു ഘട്ടത്തിലേക്ക് എത്തിയാൽ മാത്രം ഇനി വെടിനിർത്തലിലേക്കും സമാധാന അന്തരീക്ഷത്തിലേക്കും നീങ്ങുകയുള്ളൂ. പക്ഷേ ഫലസ്തീൻ എന്ന രാഷ്ട്രത്തെ സംബന്ധിച്ചിടത്തോളം അവിടെയുള്ള ഇപ്പോൾ ഏതാണ്ട് 20 ലക്ഷത്തോളം വരുന്ന ജനങ്ങൾ ഏതാണ്ട് 60,000 ആളുകളെ കൊന്നു കഴിഞ്ഞു. ഇപ്പോഴും ഏതാണ്ട് 20,000 ആളുകൾ അവിടെ അവശേഷിക്കുന്നുണ്ട്. ഗസ സിറ്റിയിലേക്ക് അധിനിവേശവും ഒപ്പം തന്നെ വംശഹത്യവും വലിയ തോതിൽ നടന്നുകൊണ്ടിരിക്കുകയും ചെയ്യുന്നുണ്ട്. ഈ ഒരു ഘട്ടത്തിൽ ഇനി ഇതിനെ തടയിടാനുള്ള ഏക മാർഗം എന്ന് പറയുന്നത് വൻ ശക്തി രാഷ്ട്രങ്ങൾ ഇസ്രായേലിന് മേൽ സമ്മർദ്ദം ചെലുത്തുക എന്നുള്ളതാണ്. അതിന്റെ ആദ്യ പടിയായി വേണമെങ്കിൽ നമുക്ക് ഈ ഒരു ഇന്നിപ്പോൾ ഫലസ്തീനെ രാഷ്ട്രമായി അംഗീകരിച്ച ബ്രിട്ടന്റെയും കാനഡയുടെയും ഓസ്ട്രേലിയയുടെയും എല്ലാം തന്നെ നടപടികളെ വിശേഷിപ്പിക്കാം. കാരണം ഇത്രയധികം രാഷ്ട്രങ്ങൾ ഒന്നിച്ച് ഇസ്രായേലിനെതിരെ വരുന്നത് വലിയ തോതിലുള്ള രാഷ്ട്രീയ സമ്മർദ്ദം അവർക്ക് മേൽ ഉയർത്തും. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇനി ഇങ്ങനെയൊക്കെ ഒരു അംഗീകാരം ഫലസ്തീൻ ലഭിച്ചാൽ പോലും ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഫലസ്തീൻ ഒരു ഐക്യരാഷ്ട്രസഭയിലെ സ്ഥിരം അംഗമല്ല എന്നുള്ളൊരു പ്രത്യേകത കൂടി ഇതിലുണ്ട്. സ്ഥിരാംഗത്വം ലഭിക്കണമെങ്കിൽ ഈ സുരക്ഷാ കൗൺസിലിന്റെ സമ്മതം വേണം. പക്ഷേ സുരക്ഷാ കൗൺസിലിലേക്ക് എത്തുമ്പോഴെല്ലാം അതിനെ എതിർക്കുന്ന ഏക രാഷ്ട്രം US ആണ്. അതുകൊണ്ട് തന്നെ വലിയ തോതിൽ മറ്റു രാഷ്ട്രങ്ങളെല്ലാം തന്നെ ഈ തരത്തിൽ ഫലസ്തീനെ അംഗീകരിക്കുന്ന സ്ഥിതിവിശേഷത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ US-നും സമാനമായ രീതിയിൽ തന്നെ വലിയ തോതിലുള്ള പ്രഷർ അല്ലെങ്കിൽ സമ്മർദ്ദം ഇതിനുമേൽ അനുഭവിക്കുകയും ഇടപെടുകയും ചെയ്തു വരുന്നതാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങളുടെ ഒരു വിലയിരുത്തൽ. ദിവ്യ, എന്തായാലും കാനഡയ്ക്കും അതുപോലെ തന്നെ ഓസ്ട്രേലിയക്കും പിറകെയാണ് ഇപ്പോൾ ബ്രിട്ടനും ഫലസ്തീനെ സ്വതന്ത്ര രാഷ്ട്രമായി അംഗീകരിച്ചിരിക്കുന്നത്. പക്ഷേ ഇപ്പോഴും അതിശക്തമായ ആക്രമണമാണ് ഇസ്രായേൽ ഗസയിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇസ്രായേലും ഇതിനെതിരെ വലിയ രീതിയിൽ നെതന്യാഹു വിരുദ്ധ പ്രക്ഷോഭവും ശക്തമാണ്. അഫ്താബ് റഹ്മാനാണ്